2023 PIB പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സുരക്ഷാ ഭടന്മാരുടെ എണ്ണം 25. എന്നാൽ രാജ്യത്തിൻ്റെ കോച്ചിങ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ടയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 26. ഇതിൽ ഭൂരിഭാഗം പേരും നീറ്റ് JEE വിദ്യാർത്ഥികളാണ്. എന്തുകൊണ്ട് നീറ്റ് JEE പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ മാത്രം ഇത്രത്തോളം ആത്മഹത്യാ പ്രവണത കൂടി വരുന്നു? രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. എന്താണ് നീറ്റ്? രാജ്യത്തെ 700 മെഡിക്കൽ കോളേജുകളിലേക്ക് 1,00,000-ലധികം സീറ്റുകളിലേക്ക് നടക്കുന്ന ഒരു പ്രവേശന പരീക്ഷ. ഇത് എഴുതുന്നതാകട്ടെ 24 ലക്ഷം വിദ്യാർത്ഥികൾ. അവിടെ തുടങ്ങുകയാണ് ഒരു വിദ്യാർത്ഥി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. അവിടെ കൊണ്ടും തീരുന്നില്ല. പരീക്ഷ എഴുതാൻ സെൻറ്ററിലെത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ അരിവസ്ത്രമഴിച്ച വാർത്ത ഇങ്ങ് കേരളത്തിലാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്രയാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കേവലം ഒരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമാണോ ഇത്തവണ നടന്നത്? അല്ല, ഇതിനു മുമ്പും ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തവണത്തെ നീറ്റ് പരീക്ഷ ഇത്രത്തോളം വാർത്താ ശ്രദ്ധ പിടിച്ചുപറ്റി? ക്ലിയർ IAS ഇന്ന് ചർച്ച ചെയ്യുന്നു. ശ്രാവൺ, കേവലം ഒരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമാണോ ഇപ്പോഴത്തെ നീറ്റ് വിവാദത്തിന് പിന്നിൽ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് തീർച്ചയായും അങ്ങനെ അല്ല. കാരണം ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗായി നമുക്ക് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം ഇപ്പോഴത്തെ നീറ്റ് വിവാദത്തെയും അതിൻ്റെ പേപ്പർ ലീക്കിനെയും. കാരണം കഴിഞ്ഞ 7 വർഷമായി ഏകദേശം 70ഓളം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ലീക്കായിട്ടുള്ളത്. പരീക്ഷാ പേർ ചർച്ചയുടെയും എക്സാം വൈറസിൻ്റെ പല എപ്പിസോഡുകൾ കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. അതും നീറ്റ് പോലൊരു എക്സാമിൽ ഈ പറഞ്ഞ പോലെ 4500ഓളം സെൻറ്ററുകളുണ്ടെങ്കിൽ അതിൽ 14 വിദേശത്താണ്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമിനകത്ത് നീറ്റ് ഒരു പേപ്പർ ലീക്ക് മാത്രമല്ല, അതിനകത്ത് വളരെയധികം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തന്നെ എഴുതുന്ന വളരെയധികം കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് നേടൽ, പ്രോക്സി ആയിട്ട് വേറൊരാൾ അപ്പോയിൻ്റ് ചെയ്ത് വേറൊരാൾ പോയി പരീക്ഷ എഴുതൽ, ഗ്രേസ് മാർക്ക് കൊടുക്കൽ, അതും ഒരു കാരണങ്ങളില്ലാതെ ഗ്രേസ് മാർക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗ്രേസ് മാർക്ക് കൊടുക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിന് ചുറ്റപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് ഒരു എക്സാം പേപ്പർ ലീക്ക് എന്നതിലുപരി ഒരു വലിയൊരു തട്ടിപ്പായി തന്നെ നമുക്കത് കാണേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, 2013 വരെ നീറ്റ് എന്നൊരു സമ്പ്രദായമില്ല. സംസ്ഥാനങ്ങൾക്ക് അതാത് പരീക്ഷകൾ നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. 2013 നീറ്റ് എന്ന് പറയുന്നൊരു പരീക്ഷ സമ്പ്രദായം ആദ്യമായി ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല CBSEക്കായിരുന്നു. നീറ്റ് കൊണ്ടുവന്നപ്പോൾ പല സംസ്ഥാനങ്ങളും ഇതിനെതിരെ വാർത്തകൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത് നടത്താൻ പറ്റില്ല എന്ന് വന്നിരുന്നു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഉയർത്തിയത് ഒരു സംസ്ഥാനം ഗുജറാത്തായിരുന്നു. അന്നത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം 2017 പരീക്ഷ നടത്തിപ്പിന് വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നൊരു സ്ഥാപനത്തെ കൊണ്ടുവന്നത്. പരീക്ഷയുടെ സുതാര്യത കൂട്ടാനായി കൊണ്ടുവന്ന ഇന്ത്യയെ സത്യത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? അക്ഷയ്, ഈ മാറ്റങ്ങളെപ്പറ്റി പൊതുവായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ വൈശാഖ് പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ പരീക്ഷ നടത്തിയിരുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പല ഏജൻസികളാണ്. ഉദാഹരണമായി CBSE നടത്തിയിരുന്ന പരീക്ഷകളുണ്ടായിരുന്നു, UGC നടത്തിയിരുന്ന പരീക്ഷകളുണ്ടായിരുന്നു. വ്യത്യസ്ത കേന്ദ്ര സർവകലാശാലകൾ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെ വ്യത്യസ്ത കേന്ദ്ര സർവകലാശാലകൾക്ക് പരീക്ഷാ നടത്തിപ്പിനുള്ള അധികാരം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ ഏകീകൃതമായ ഒരു പരീക്ഷാ നടത്തിപ്പ് സംവിധാനം എന്ന ആശയം മുന്നോട്ട് വരികയും അമേരിക്കൻ മോഡലിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നൊരു സംഘടന രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകം IIT ഡയറക്ടർമാരടങ്ങുന്ന കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NTA എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. വസ്തുതാപരമായി പറഞ്ഞാൽ 2017 1860 ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്ഥാപിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഉദ്ദേശം ഇതുതന്നെയാണ്, ഏകീകൃതമായ ഒരു പരീക്ഷാ സംവിധാനം. അതായത് നമ്മളുടെ രാജ്യത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ഒരു വിവേചനപരമായ കാഴ്ചപ്പാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും പരീക്ഷയോട് പൊതുവായ ഒരു വിവേചനരഹിതമായ ഒരു ആക്സസ് ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്ഥാപിക്കപ്പെടുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം വലിയ സ്കെയിലിലുള്ള വിവാദങ്ങൾ ഇന്ന് രാജ്യത്ത് കത്തിയെരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ്. നേരത്തെ വൈശാഖ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് ഗവൺമെൻറ് നിരസിച്ച ഒരു പ്രപ്പോസലാണ് പിന്നീട് അതേ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതും. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആ മാറ്റങ്ങളാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ നന്മയിലേക്ക്
വഴിതെളിക്കുന്ന ഒന്നാണോ, അതോ ആ വിദ്യാർത്ഥിക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് വിദ്യാർത്ഥിയെ ബാധിക്കുന്ന ഒന്നാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. പലപ്പോഴും പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അത്രത്തോളം വ്യാപ്തി അതിനുണ്ട്. സത്യത്തിൽ NTA എവിടെയായിരിക്കും പിഴച്ചത്, അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ ഈ നീറ്റിന് സംഭവിച്ചത്? പക്ഷേ നീറ്റ് എവിടെ പിഴച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കണക്കുകളിലൂടെ തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ തന്നെ നമുക്ക് കാര്യം പറയാൻ പറ്റും. 720 മാർക്കിലാണ് ഈ പരീക്ഷ നടത്തുന്നത്. അതിൽ 720-ൽ 720 ഫുൾ മാർക്സ് നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ കൊല്ലം 2-3 ഒക്കെ ആയിരുന്നു. ഇക്കൊല്ലം 2024 നീറ്റ് എക്സാമിൽ അവർ അങ്ങനെ 720-ൽ 720 നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 67ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെല്ലാവരും ഡൽഹിയിലുള്ള എയിംസിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, MBBS പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. ഡൽഹി എയിംസിലെ മുഴുവൻ MBBS സീറ്റുകളുടെ എണ്ണം 47 അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഒരു എക്സാമിൽ 1ാം റാങ്ക് മേടിച്ച എല്ലാവർക്കും പോലും അവിടെ അഡ്മിഷൻ കിട്ടില്ല എന്നൊരു നിലയാണ് ഇവിടെ നിൽക്കുന്നത്. അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത് നമുക്ക് പറയാനുള്ള ഈ മാർക്ക് കൊടുത്തിരിക്കുന്ന രീതിയാണ്. 720 മാർക്കിൽ നടത്തുന്ന പരീക്ഷയിൽ 717, 18, 19 ഒക്കെ മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ 4 മാർക്ക് ഒരു ചോദ്യത്തിന് ശരിയുത്തരമായി ലഭിക്കാമെങ്കിൽ -1 തെറ്റുത്തരത്തിന് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 717, 18 ഒന്നും അങ്ങനെ കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു മാർക്സാണ്. അത് തന്നെ രണ്ടാമത്തെ അലിഗേഷനാണ്. നമുക്ക് അലിഗേഷനിലേക്ക് ഇനി വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രോക്സി ചീറ്റിംഗ്, വേറെ ആൾക്കാരെ നിയോഗിച്ച്, വേറെ കാൻഡിഡേറ്റ്സിനെ നിയോഗിച്ച് നടന്നിട്ടുള്ള കുറേ കേസുകൾ, പിടിക്കപ്പെട്ടിട്ടുള്ള കേസുകൾ തന്നെ ഈ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഈ കൊല്ലം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്രേസ് മാർക്ക്, അതാണല്ലോ ഏറ്റവും വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1563 കുട്ടികൾക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് എന്തിൻ്റെ ബേസിസിലാണോ കൊടുത്തിട്ടുള്ളത്? തീർച്ചയായും ആർബിട്രറി ആയി NTA ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോജിക്കും റീസണിംഗ് ഒക്കെ ഉണ്ടാവുമെങ്കിലും ഇത്രയും പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു ഗുരുതര പ്രശ്നമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അത് നോട്ടിഫിക്കേഷനിൽ സാധാരണ നമ്മുടെ UPSC എക്സാമിനൊക്കെ കൊടുക്കുമ്പോൾ നോട്ടിഫിക്കേഷനിൽ പറയും ഇന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗ്രേസ് മാർക്കിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ, നീറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ അതാണ് സ്റ്റുഡൻസും പാരൻസും റേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഓക്കെ, നമ്മൾ നീറ്റ് എന്ന് വരുന്ന പരീക്ഷ 24 ലക്ഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷ, അതിലുണ്ടാകുന്നൊരു ചെറിയ പിഴവ് പോലും ബാധിക്കുന്നത് ആ വിദ്യാർത്ഥികളെയല്ല, അവരുടെ മാതാപിതാക്കൾ, അധ്യാപകർ. ആ പട്ടിക നീണ്ടുപോകുന്നു. അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് അങ്ങ് NDAക്ക് എളുപ്പത്തിൽ തലയൂരി പോകാൻ പറ്റുമോ? NDAയുടെ വാദം എന്തായിരിക്കും? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നങ്ങനെ എളുപ്പത്തിൽ തലയൂരി പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പരീക്ഷയുടെ സ്കെയിലാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷങ്ങളോളം, ഒരുപക്ഷെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്കോ എഫേർട്ട് ഇട്ട് എഴുതുന്നൊരു പരീക്ഷയാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും അവിടെ എൻട്രൻസിന് വേണ്ടി, അതായത് നീറ്റ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാനുഗതമായി ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം MBBS എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ ഗ്ലാമർ അതിനൊരു കാരണമാണ്. കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രഷർ മറ്റൊരു കാരണമാണ്. പിയർ പ്രഷർ മറ്റൊരു കാരണമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രഷർ മറ്റൊരു കാരണമാണ്. ഭീമമായ രീതിയിൽ ഈ പറയുന്ന എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് മറ്റൊരു കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ എക്സാമിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഒരിക്കലും എഫേർട്ട്ലെസ് ആയി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഡെഫിനറ്റായും വലിയൊരു സംവിധാനം വേണം. ആ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ കർമ്മോത്സുകതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ എക്സാം ഫലപ്രദമായി കണ്ടക്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഒരു സ്ഥാപനത്തിന് സാധിക്കൂ. അപ്പോൾ എവിടേക്കോ NTAക്ക് പിഴച്ചിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ NTAയുടെ പ്രവർത്തനത്തിലുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാറ് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ആരോപണങ്ങൾ, NTA പരീക്ഷ നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ വളരെ വിചിത്രമായ വാദമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉദാഹരണമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഫുൾ മാർക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. കേവലം 2 പേർക്ക് കഴിഞ്ഞ തവണ കിട്ടിയിരുന്ന ഫുൾ മാർക്സ് ഇപ്പോൾ സ്കെയിലപ്പ് ചെയ്തിരിക്കുന്ന 67 പേരിലേക്കാണ്. അതായത് 720-ൽ 720 മാർക്സ് സ്കോർ ചെയ്തിട്ടുള്ളത് 67 പേരാണ്. ആൻഡ് NTA അവരുടെ ജസ്റ്റിഫിക്കേഷനായി പറയുന്നത്, അവരുടെ ന്യായമായി പറയുന്നത്, ഞങ്ങൾ കോമ്പൻസേറ്ററി മാർക്ക് കൊടുത്തു, സാങ്കേതികപരമായി ചില തകരാറുകൾ സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ കോമ്പൻസേറ്ററി മാർക്ക് കൊടുത്തു. എന്തടിസ്ഥാനത്തിൽ കോമ്പൻസേറ്ററി മാർക്ക് കൊടുത്തു? എല്ലാ പരീക്ഷാ സെൻറ്ററുകളിലും അല്ലെങ്കിൽ എല്ലാ പരീക്ഷാ
പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന സെൻറ്ററുകളിലും ഒരേ സമയക്രമം മാത്രം ആണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്കറിയില്ല. ഒരു പരീക്ഷാ സെൻറ്ററിൽ നഷ്ടപ്പെട്ട അതേ സമയമാണോ മറ്റൊരു പരീക്ഷാ സെൻറ്ററിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആണോ അറിയില്ല. എന്തുകൊണ്ടാണ് ഈ സമയം നഷ്ടപ്പെട്ടിട്ടുള്ളത് അറിയില്ല. ഈ പരീക്ഷാ സമയം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ കോമ്പൻസേഷൻ തന്നെയാണോ കൊടുത്തിട്ടുള്ളത്, ഒരേ നോർമലൈസേഷൻ തന്നെയാണോ പാലിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനൊരു വേർഷനാണ് NTA, അതായത് പൂർണ്ണമായും ഉത്തരവാദിത്തരഹിതമായ ഒരു വേർഷനാണ് ആ കാര്യത്തിൽ NTA പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 718, 717 എന്നിങ്ങനെ ഇല്ലോജിക്കലായ, അതായത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ ഒരു എക്സാം നടത്തിയാൽ ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാൻ സാധിക്കാത്ത സ്കോറുകൾ മാർക്ക് ഷീറ്റിൽ അല്ലെങ്കിൽ സ്കോർ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ തിരിച്ചറിയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് പൂർണ്ണമായും നമുക്കറിയില്ല. അവിടെയും പറയുന്നത് കോമ്പൻസേഷൻ എന്നുള്ള ന്യായം തന്നെയാണ്, അന്യായമായ ന്യായം തന്നെയാണ്. മൂന്നാമതായി പ്രോക്സി ചീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ NTA പറയുന്നില്ല പ്രോക്സി ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. NTA പറയുകയാണ് പ്രോക്സി ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഞങ്ങൾ അവരെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഓൾറെഡി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞു എന്നുള്ളതാണ് NTAയുടെ വാദം. അപ്പോൾ എവിടെയൊക്കെയോ പോരായ്മകളുണ്ട്, എവിടെയൊക്കെയോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മുതൽ 7 ലക്ഷം രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാക്കാം എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കും ഇതിനോടനുബന്ധിച്ചുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹരിയാനയിൽ ഒരു പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രത്തിൽ 6 പേർക്ക് ഫുൾ മാർക്ക്, അതായത് ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ തന്നെ നമ്മൾ റോൾ നമ്പർ പരിശോധിച്ചാൽ 6 പേർക്ക് 6 കാൻഡിഡേറ്റ്സിന് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇനി ഈ പ്രശ്നത്തിൻ്റെ ഒരു സീരിയസ്നെസ്, ഇതിൻ്റെ ഒരു വ്യാപ്തി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. സുപ്രീം കോടതിയുടെ വെക്കേഷൻ ബെഞ്ച്, ഈ വെക്കേഷൻ ബെഞ്ച് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷാ നടത്തിപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതായത് NTAയുടെ ഇൻറ്റഗ്രിറ്റി, വിശ്വാസ്യത എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ട് പറയുന്നത് ഈ ഗ്രേസ് മാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാം, ഗ്രേസ് മാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാം. അതായത് ഞങ്ങൾ എവിടെയൊക്കെയോ, ഞങ്ങളുടെ പരീക്ഷാ നടത്തിപ്പിൽ എവിടെയൊക്കെയോ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ അത് തിരുത്താൻ തയ്യാറാണ്. ആ പോരായ്മയാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. ഇങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ സംഘടന എടുക്കേണ്ട നിലപാട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ഇത് കൂടാതെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ്സിലേക്ക് പോകുമ്പോൾ കൂടുതലായി ചർച്ച ചെയ്യേണ്ടത്. കോടതി പറയുകയാണ് ജൂൺ 23 അതായത് ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, ജൂൺ 23 റീടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നു. ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് മാത്രം റീടെസ്റ്റ് നടത്താം. ഇനി ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് റീടെസ്റ്റ് നടത്താമെന്ന് പറയുമ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടിയവരിൽ പകുതി പേര് പോലും ഈ പരീക്ഷയിൽ പങ്കെടുത്തിട്ടില്ല. അതായത് റീടെസ്റ്റിൽ പകുതി പേര് പോലും പങ്കെടുത്തിട്ടില്ല. ഈ ബാക്കി പകുതി പേർക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ ബാക്കി പകുതി പേര് എക്സാമിൽ പങ്കെടുക്കാത്തത്, റീടെസ്റ്റിൽ പങ്കെടുക്കാത്തത് നമുക്കറിയില്ല. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്, ഗ്രേസ് മാർക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്കോർ മാത്രമേ അവർക്ക് ലഭിക്കൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത, അതായത് ഈ NTAയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പരീക്ഷാ നടത്തിപ്പിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പോരായ്മയിൽ നൽകിയ ഗ്രേസ് മാർക്ക്, അത് പോരായ്മയാണെങ്കിൽ നൽകിയ ഗ്രേസ് മാർക്ക് ഞങ്ങൾ പിൻവലിക്കാം എന്ന് പറഞ്ഞാൽ ആ പോരായ്മ മറന്നു കളയാൻ ആണിപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ കുറച്ച് പേര് പറഞ്ഞിരിക്കുന്നത് ഈ എക്സാം മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് പുതിയൊരു പരീക്ഷ നടത്തണം എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ കേന്ദ്ര ഗവൺമെൻറ് ചില സർഗാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ചില കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ഇന്നലെ വാർത്തയിൽ കണ്ടു അല്ലേ. ISRO മുൻ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ മൈ ഗോവ് പോർട്ടലിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇനി എങ്ങനെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സിസ്റ്റം പുനർനവീകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ശുപാർശകൾ നൽകാം, റെക്കമെൻഡേഷൻസ് നൽകാം, സജഷൻസ് നൽകാം എന്നുള്ളതാണ്. വെൽക്കം ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, സ്വീകാര്യമായ സ്റ്റെപ്പാണ്, സംശയമൊന്നുമില്ല. കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി ഇതിന് ഇരയാക്കപ്പെടുന്നവർ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും തന്നെയാണ്. പക്ഷേ NTA നിരത്തിയിരിക്കുന്ന ഈ അന്യായമായ വാദങ്ങൾ അതൊരു കാരണവശാലും നമ്മൾക്ക് അംഗീകരിച്ച് നൽകാൻ സാധിക്കില്ല. അതിൽ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ NTA എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നം അവരുടെ പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണമെങ്കിലും നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്ത കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ്. അതെ, ഒരിക്കലും നമുക്ക് NTAക്ക് ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ ഒളിച്ചോടാൻ പറ്റില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സത്യമാണ്. നീറ്റിൽ മാത്രമാണോ ഇഷ്യൂ എന്ന് ചോദിച്ചാൽ
അവിടെയാണ് അടുത്തൊരു പ്രശ്നം. കാരണം ഒത്തിരി പരീക്ഷയുള്ള ഈ പറയുന്ന JEE അടക്കമുള്ള ഒരുപാട് പരീക്ഷ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ NTA എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് വളരെ വിചിത്രമായൊരു ട്വിറ്റർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു PIBയുടെ ഒരു ഇറങ്ങിയായിരുന്നു, പ്രസ് റിലീസ് ഇറങ്ങിയായിരുന്നു. അത് പരീക്ഷയുടെ വിശ്വസ്തതയും സുതാര്യതയും നിലനിർത്താനായിട്ട് പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന ഒന്നാണ്. വളരെ വിചിത്രമായിരുന്നു. അതായത് പരീക്ഷ നടത്തിക്കാൻ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെ കാര്യത്തിൽ പരീക്ഷ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുന്നതിന് പകരം നല്ല നടത്തിപ്പിനായ പരീക്ഷ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത പരീക്ഷ നെറ്റാണ്, UGC നെറ്റ്. വർഷങ്ങളോളം കാത്തിരിപ്പിൽ UGയും PGയും കഴിഞ്ഞ് പല വിദ്യാർത്ഥികളും വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ തയ്യാറായിരിക്കുന്ന പരീക്ഷ, നെറ്റ് പരീക്ഷ. ആ ഒരു പരീക്ഷ ക്യാൻസലായപ്പോൾ സത്യത്തിൽ നീറ്റിനെക്കാളും വ്യാപ്തി ഇല്ലേ ഈ പരീക്ഷയ്ക്ക്? എന്താ ശ്രാവൻ്റെ അഭിപ്രായം? തീർച്ചയായും വൈശാഖ്, നീറ്റ് എക്സാം എഴുതുന്നത് ഏകദേശം 2.4 മില്യൺ, അതായത് 24 ലക്ഷം പേരാണെങ്കിൽ UGC നെറ്റ് എഴുതുന്നത് ഏകദേശം 9 ലക്ഷത്തോളം ആൾക്കാരാണ്. എന്നിരുന്നാലും അവരുടെ പ്രിപ്പറേഷൻ അതിൻ്റേതായ ടൈം നമ്മൾ കൊടുത്തു തന്നെ ആകണം. ആൻഡ് ഈ നെറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മാത്രമല്ല, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുകയും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്തു. UGC നെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് JRF എടുക്കാൻ വേണ്ടി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടി എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതിന് അത്രത്തോളം കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമായിരിക്കും അത്രയും 9 ലക്ഷത്തിലധികം ആൾക്കാർ വന്നിട്ടുണ്ടാവുക. ആ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൂൺ 4 നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അന്നായിരുന്നു നീറ്റിൻ്റെ റിസൾട്ടും വന്നത്. അത് കഴിഞ്ഞ് 14 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നെറ്റ് എക്സാം നടത്തിയിട്ടുള്ളത്. അതായത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരെ പഠിക്കാനുള്ളൊരു സമയം അവർക്ക് എന്തായാലും ഉണ്ട്. അതൊരു ദേശീയ ഏജൻസി തന്നെയാണല്ലോ NTA എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന 18-ാം തീയതി എക്സാം നടത്തിയപ്പോൾ ഈ പറയുന്ന UGCയുടെ ചെയർമാൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, സക്സസ്ഫുള്ളി നമ്മളത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. 18-ാം തീയതി എക്സാം നടക്കുന്ന അത് ദിവസം, തൊട്ടടുത്ത ദിവസം 19-ാം തീയതി അതേ ചെയർമാൻ വീണ്ടും ട്വീറ്റ് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന എക്സാമിൻ്റെ സാങ്ക്ടിറ്റി, ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എക്സാം എന്നെ ക്യാൻസൽ ചെയ്യുകയാണ്. എന്തൊരു വിരോധാഭാസമാണോ എന്ന് നോക്കൂ. അതിൽ തന്നെ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അതിൽ എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഈ ആൾക്കാർ പരീക്ഷ വന്നിട്ടുണ്ടാവുക. ടയർ 2, ടയർ 3 സിറ്റീസിലൊക്കെയുള്ള എക്സാമിലേക്ക് വേണ്ടി വളരെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വൈശാഖ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർഭിണികളായ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ വന്ന ഫാമിലീസ് വെളുപ്പിന് 4 മണിക്കും 3 മണിക്കും ഒക്കെ എണീച്ചിട്ടാണ് ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ചിട്ട് എക്സാം സെൻറ്റർ വരെ എത്തുക. ഫാമിലി അവർക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നും പോരാനിട്ട് ഹീറ്റ് വേവ് ഉള്ള സമയം കൂടെ ആയിരുന്നു. നോർത്ത് ഇന്ത്യ മുഴുവൻ കൊടും ചൂടായിരുന്നു. അവിടെ വെള്ളമോ അതിന് പറ്റിയിട്ടുള്ള ഫാനോ കൂളറോ ഒന്നും ഏർപ്പാടാക്കാത്തതിൻ്റെ തന്നെ വളരെയധികം ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. ഇതൊന്നും പോരാത്തതിനായിട്ട് വിനീത് പാണ്ഡെ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ആക്ച്വലി ജൂൺ 14-ാം തീയതി, അതായത് നെറ്റ് എക്സാം നടക്കുന്ന ജൂൺ 18-ന് 4 ദിവസം മുമ്പേ ടെലിഗ്രാമിൽ കൂടെയൊക്കെ 6,000 രൂപയ്ക്കും 1,000 രൂപയ്ക്കും 2,000 രൂപ മുതലായ ചെറിയ തുകയ്ക്ക് ഈ പറയുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം UGCക്കും NTA-ക്കും ഈവൻ PMOക്ക് വരെ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് വരെ കത്തയക്കുകയും വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഒരു റിപ്ലൈ വരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് നേരെ 18-ാം തീയതി എക്സാം നടത്തുകയും അത് പിന്നീട് 19-ാം തീയതി ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. പോരാത്തതിന് നെറ്റ് എക്സാമിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒക്കെ കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. 2018 മുതലൊക്കെ ഓൺലൈൻ മോഡിലൊക്കെ നടത്തിയിരുന്ന ഒരു എക്സാം പെട്ടെന്ന് തന്നെ ഓഫ്ലൈൻ മോഡിലേക്ക് പോയി. ഈ ഒരു പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഓഫ്ലൈൻ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ OMR ഷീറ്റ് നമ്മൾ ബബിൾ ചെയ്തതിന് തൊട്ടടിയിൽ ഒരു കാർബൺ കോപ്പി വെച്ചിട്ടുണ്ടാവും. എക്സാം കഴിയുന്ന മുറയ്ക്ക് നമുക്ക് ആ കാർബൺ കോപ്പി നമുക്കിങ്ങ് എടുത്തു തരും. ആ സ്റ്റുഡൻറ്റിന് കൊടുക്കാം, ആ കാൻഡിഡേറ്റിന് കൊടുക്കുന്നതായിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും? വീട്ടിൽ ചെന്നാൽ കീ ഒക്കെ നോക്കണമെങ്കിൽ ഏതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഉത്തരം മനസ്സിലാവണമല്ലോ. അതിനുവേണ്ടി സഡൻലി നമ്മൾ വീണ്ടും തിരിച്ച് ആ ഒരു മോഡിലേക്കാണ് പോകുന്നത്. ഈ ഓൺലൈൻ മോഡിലേക്ക് വരുന്നതിന് പകരം വീണ്ടും ആ ഓഫ്ലൈൻ മോഡിലേക്ക് പോയി. പക്ഷേ ആ കാർബൺ കോപ്പിയുടെ കാര്യം ഇവർ വിട്ടുപോയി. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. ഞാൻ എന്ത് ഉത്തരമാണ് മാർക്ക് ചെയ്തത് എന്ന് എനിക്കറിയണ്ടേ? അതൊരു വലിയ ഡ്രോബാക്ക് തന്നെയാണ്. നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ മെയിൻലി നമുക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റുന്നത്. പോരാത്തതിന് ഈ NTA എന്നുള്ള ഏജൻസിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും അലിഗേഷൻസ് ആ ഏജൻസിക്കെതിരെ ഉണ്ടായി. എന്നിട്ട് ആ NEET എന്നുള്ള എക്സാമിന് തന്നെ അതിനെതിരെ അന്വേഷിക്കാനായി ഒരു അന്വേഷണ കമ്മീഷനെ ഫോം ചെയ്യുമ്പോൾ NTA-യുടെ തന്നെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രദീപ് ജോഷിയെ തന്നെയാണ് ആ കമ്മിറ്റിയിൽ അംഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്കെതിരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുക, അയാൾ തന്നെ അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെടുക. അതൊരു വളരെയധികം പ്രശ്നം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇതാണ് ആ ഒരു നെറ്റ് എക്സാമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, NTA എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം +2 പഠിച്ചെഴുതുന്ന ഒരു കുട്ടി എഴുതുന്ന NEET JEE എക്സാം തൊട്ട് അങ്ങേറ്റം PG കഴിയുന്ന ഒരാൾ എഴുതുന്ന ഒരു എക്സാം, ഈ നമ്മുടെ നെറ്റ് എക്സാം വരെയുള്ള പരീക്ഷണം നടത്തിപ്പിൻ്റെ ചുമതലയുള്ളൊരു കേന്ദ്രമാണ്.
സോ ഒരിക്കലും ഈ പറയുന്ന ഇന്ത്യക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങനെ അക്ഷയ് ഒരു പക്ഷേ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ വിവാദങ്ങൾ രാജ്യത്തെ പരീക്ഷ നടത്തിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ഇത് കുട്ടികളുടെ ജീവിതത്തെയും ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ പരീക്ഷയുടെ നിലവാരത്തെയൊക്കെ സ്വാധീനിക്കുന്നത്? ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഈ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നുവെങ്കിൽ പോലും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വർഷങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയിട്ടും നീതിപൂർവകമായ ഒരു പരീക്ഷ എഴുതാനുള്ള സാഹചര്യം കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? അവരവരുടെ ഭാഗം ക്ലിയറായി ചെയ്തിട്ടുണ്ടായിരിക്കാം, അവരവരുടെ ഭാഗം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെളിയിക്കാനുള്ളൊരു സാഹചര്യം നമ്മളുടെ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. ഇത് വലിയൊരു പോരായ്മയാണ്, വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ രാജ്യത്ത് നിന്ന് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, കുട്ടികളുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നുവെന്ന വേദനാജനകമായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളുടെ സാധുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? കഴിഞ്ഞ കുറേ മാസങ്ങളിൽ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നൊരു കാര്യമാണ്. കേരളത്തിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. അവർ പുറത്തേക്ക് പോകുന്നു, അവരവിടെ ഉള്ള സ്കോപ്പ് എന്താണ് എന്ന് ഡിസ്കവർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അവർക്ക് ഇവിടുത്തെ ബ്യൂറോക്രസിയുടെ ഭാഗമാകാൻ താല്പര്യമില്ല, ഇവിടുത്തെ സർക്കാർ ജോലിയുടെ ഭാഗമാകാൻ താല്പര്യമില്ല, അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയ റിസോഴ്സാണ് ഇത്തരം പ്രശ്നങ്ങൾ മൂലം നമ്മളുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഏതായാലും ഈ വിഷയം കൂടുതൽ നമ്മൾ ദീർഘിപ്പിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. ഈ വിഷയം CBIയുടെ അന്വേഷണ പരിധിയിലിരിക്കുകയാണ്. സുപ്രീം കോടതിയും ഇടപെടുന്നു. സുപ്രീം കോടതിയുടെ റെഗുലർ ബെഞ്ച് ജൂലൈ 8-ാം തീയതി ഈ കേസ് പരിഗണനയ്ക്കെടുത്തിരിക്കുകയാണ്. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സ്വാഭാവികമായി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ശുദ്ധികലശം ഈ പരീക്ഷാ നടത്തിപ്പ് ഏജൻസികളുടെ ഭാഗമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം നൽകി ഗവൺമെൻറ് കുട്ടികൾക്ക്, അതായത് ആശങ്കാകുലരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കൃത്യമായൊരു സന്ദേശം നൽകണം. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ മാതൃകയാക്കാൻ സാധിക്കുക. നമ്മൾ UPSC പരീക്ഷകളെ മാതൃകയാക്കുക, UPSC എന്ന് പറയുന്ന സ്ഥാപനത്തെ മാതൃകയാക്കുക. അതായത് ഇത്രയും വർഷക്കാലമായി UPSC ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുവെങ്കിൽ പോലും ഒരു മന്ത്രിയുടെയും ഒരു പ്രാദേശിക നേതാവിൻ്റെയും അമ്മാവൻ്റെ മകനായതുകൊണ്ടോ അമ്മാവൻ്റെ മകളായതുകൊണ്ടോ ആരും UPSC പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി ഒരു ആരോപണം നമ്മൾ കേട്ടിട്ടില്ല, കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങൾക്ക് പുറമെ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഇൻഡിപെൻഡൻ്റായ ഏജൻസികൾക്ക് സമാനമായ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം ഇത്തരം സ്വതന്ത്രമായ ഏജൻസികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകി നമ്മളുടെ രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായത്തെ പൂർണ്ണമായും ശുചീകരിക്കേണ്ടത് അടിയന്തരമാണ്. അതാണ് കൃത്യമായ സന്ദേശം. എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.